ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ റാപ്പർ വേടനെ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചു. മുൻകൂർ ജാമ്യം ഉള്ളതിനാലാണ് വേടനെ വിട്ടയച്ചത്. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് ഉച്ചയ്ക്കാണ് വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വിവരങ്ങളുമായി ജിജീഷ് കണ്ണാനൊപ്പം ചേരുന്നു. ജിജീഷ്, പറയൂ. കൃഷ്ണരാജ്, 2 ദിവസങ്ങളിലായി വേടന്റെ ചോദ്യം ചെയ്യൽ തുടരുകയായിരുന്നു. ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി, ഉച്ചയോടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അതിനുശേഷം ഇപ്പോൾ തുടർ നടപടികൾ, കേസിൻ്റെ മറ്റു നടപടി, ജാമ്യക്കാരെ കൊണ്ടുവന്ന് ജാമ്യം നൽകുന്ന ഉൾപ്പെടെയുള്ള നടപടികളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. അത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് വേടനെ ജാമ്യം അനുവദിക്കണമെന്ന നിർദ്ദേശത്തോടു കൂടിയായിരുന്നു മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നത്. ഇതിനിടയിൽ വേടന്റെ ആരാധകരാണ് എന്ന് പറഞ്ഞ് 2 പേർ മദ്യപിച്ച് എത്തിയ 2 പേർ വലിയ തോതിൽ ബഹളമുണ്ടാക്കി തൃക്കാക്കര പോലീസ് സ്റ്റേഷന് മുന്നിൽ. ഏറെ നേരം നീണ്ടുനിന്ന ഒരു പരാക്രമം തന്നെയായിരുന്നു. വേടനെ പുറത്തേക്ക് ഇറക്കണം, വേടനെ ജാമ്യമുള്ള ആളാണ്, എന്തിനാണ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇതിനു മുന്നിൽ കുത്തിയിരിക്കാൻ ശ്രമിച്ചു. ഏറെ നേരം ഇതിനു മുന്നിൽ സ്റ്റേഷന് മുന്നിൽ ബഹളം വെച്ചതിനെ തുടർന്ന് ഈ ആളുകളെ പോലീസ് ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചപ്പോൾ പോലീസിന് നേരെയും കയർത്തു. തുടർന്ന് ഇവരെ അകത്തേക്ക് കൊണ്ടുപോയി കസ്റ്റഡിയിലെടുത്ത് സെല്ലിലേക്ക് ഇടുകയായിരുന്നു. എന്നാൽ സെല്ലിനകത്തും വലിയ തോതിലുള്ള ബഹളവും പ്രശ്നങ്ങളും തന്നെയാണ് ഈ 2 ആളുകൾ സൃഷ്ടിച്ചത്. ശരത്ത്, ഫൈസൽ എന്നീ 2 പേരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇവർക്കെതിരെ കേസെടുക്കും, ശക്തമായ നടപടികൾ അല്ലെങ്കിൽ പോലീസിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയതടക്കമുള്ള കർശനമായ വകുപ്പുകൾ ചുമത്തി തന്നെയായിരിക്കും കേസെടുക്കുക എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനിടയിലാണ് വേടൻ്റെ ചോദ്യം ചെയ്യൽ, 2ാം ദിവസത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ വേടൻ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. ഇന്നലെ ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു. രാവിലെ 9:30യോടെയാണ് വേടൻ ചോദ്യം ചെയ്യലിന് ഹാജരായത്. 10 മണിയോടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. വൈകിട്ട് 4:30 വരെ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു. അതിനുശേഷം ഇന്ന് വീണ്ടും 2 ദിവസങ്ങളിലായി 9, 10 ദിവസങ്ങളിൽ വേടൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം, ചോദ്യം ചെയ്യലുമായി സഹകരിക്കണം എന്നതായിരുന്നു ജാമ്യവ്യവസ്ഥയിൽ പ്രധാനമായും ഹൈക്കോടതി മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളി ഇന്നലെ ഇവിടെ ഹാജരായത്. ഇന്നും 2ാം ദിവസം വേടനെ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചു. മുൻകൂർ ജാമ്യം ഉള്ളതിനാലാണ് വേടനെ വിട്ടയച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.